റീജിയണൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വർക്ക്ഷോപ്പ് സയൻസ് ആൻഡ് കാൽക്കുലേഷൻ എന്ന സബ്ജക്റ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ചാപ്റ്ററായ ട്രിഗ്നോമെട്രിയെ കുറിച്ചാണ്. ട്രിഗ്നോമെട്രിയിൽ ഇന്ന് നമ്മൾ പറയുന്നത് ക്വാഡ്രൻസ് ആൻഡ് മെഷർമെൻറ്റ് ഓഫ് ആംഗിൾസ് എന്നിവയെക്കുറിച്ചാണ്. സോ ദ കണ്ടൻസ് ആർ ക്വാഡ്രൻസ് ആൻഡ് മെഷർമെൻറ്റ് ഓഫ് angles. First of all, quadrants. എന്താണ് ക്വാഡ്രൻസ് അല്ലെങ്കിൽ ക്വാഡ്രൻറ്റുകൾ എന്ന് പറഞ്ഞാൽ? ആദ്യം നമ്മൾ ഒരു എക്സ് ആക്സിസും ഒരു വൈ ആക്സിസും വരയ്ക്കുന്നു. ഈ എക്സ് വൈ ആക്സിസ് എന്ന് പറയുമ്പോൾ അതിനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് 4 ഭാഗങ്ങളാക്കി ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് വരയ്ക്കേണ്ടത്. എക്സ് ആക്സിസും വൈ ആക്സിസും മീറ്റ് ചെയ്യുന്ന പോയിന്റ്, അതായത് നടുവിലുള്ള സെൻറ്റർ പോയിന്റിനെ ഒറിജിൻ എന്ന് വിളിക്കുന്നു. മിഡ് പോയിന്റിനെയാണ് നമ്മൾ ഒറിജിൻ, അത് ഓ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്, ഒറിജിൻ. ഓക്കെ, ദെൻ എക്സ് ആക്സിസ് നോക്കൂ. എക്സ് ആക്സിസിൽ വലത്തോട്ട് പോകുന്തോറും, റൈറ്റിലോട്ട് പോകുന്തോറും പോസിറ്റീവ് ഡയറക്ഷനാണ്. പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ് ആണ് റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ നെഗറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ് ആണ് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനെ എക്സ് ഡാഷ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. സിമിലർലി വൈ ആക്സിസ് ഒന്ന് നോക്കൂ. മുകളിലോട്ട് പോകുന്ന ഭാഗത്തെ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് വൈ ആക്സിസ് എന്ന് വിളിക്കാം. താഴോട്ട് വരുന്ന ഭാഗത്തെ നെഗറ്റീവ് ഡയറക്ഷൻ ഓഫ് വൈ ആക്സിസ് എന്ന് വിളിക്കാം. ദാറ്റ് ഈസ് വൈ ഡാഷ് എന്ന് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസും പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് വൈ ആക്സിസും തമ്മിൽ ചേരുന്ന ഭാഗം, അതായത് അത് തമ്മിൽ ഉണ്ടാക്കുന്ന ആ ഭാഗം മൊത്തം നമ്മൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് എന്ന് പറയുന്നു. അതായത് റൈറ്റ് സൈഡിൽ മുകൾ ഭാഗത്തുള്ള പോർഷനാണ് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. ഇനി സെക്കൻഡ് ക്വാഡ്രൻറ്റ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ മുകൾ ഭാഗത്തുള്ള, ഇടതുവശത്ത് മുകൾ ഭാഗത്തുള്ള ഭാഗമാണ് സെക്കൻഡ് ക്വാഡ്രൻറ്റ് എന്ന് പറയുന്നത്. തേർഡ് ക്വാഡ്രൻറ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ തന്നെ താഴെ ഭാഗത്തായിട്ട് കാണുന്നതാണ് തേർഡ് ക്വാഡ്രൻറ്റ്. ഇനി റൈറ്റ് സൈഡിൽ ഫോർത്ത് ക്വാഡ്രൻറ്റ് കാണാൻ സാധിക്കും. ഓക്കെ, ഇതിൽ നിന്നും നമുക്കൊരു കാര്യം വ്യക്തമായി. ഫസ്റ്റ് ക്വാഡ്രൻറ്റ് റൈറ്റ് ടോപ്പിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെക്കൻഡ് തുടങ്ങി തേർഡ് ഫോർത്തിലേക്ക് എത്തുന്തോറും ഏത് ഡയറക്ഷനിലാണ് ഇവിടെ മൂവ്മെൻറ്റ് വന്നിട്ടുള്ളത്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ആംഗിള് മെഷർ ചെയ്ത് വരുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതായത് നമ്മൾ എക്സ് ആക്സിൻ്റെ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലുള്ള എക്സ് ആക്സിൽ നിന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോട്ടാണ് നമ്മൾ ഓരോ ക്വാഡ്രൻറ്റും പിന്നീട് പറയുന്നത്. വാട്ട് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ? സാധാരണ ക്ലോക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ നമുക്കറിയാം അല്ലേ? ആ ക്ലോക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനെയാണ് നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ ക്ലോക്ക് ഏത് സൈഡിലോട്ടാണോ റൊട്ടേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾ ആലോചിക്കുക, ദാറ്റ് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ആ രീതിയിലാണ് ക്വാഡ്രൻറ്റുകൾ പോകുന്നത്, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് എന്ന ഓർഡറിൽ. മനസ്സിലായല്ലോ? ഇനി ഈ ക്വാഡ്രൻറ്റുകളെ ഡിഗ്രിയായി നമുക്ക് എങ്ങനെയെല്ലാമാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ, ഫസ്റ്റ് ക്വാഡ്രൻറ്റിൻ്റെ എക്സ് ആക്സിസ് 0 ഡിഗ്രിയാണ്. 0 ഡിഗ്രിയിൽ നിന്ന് തുടങ്ങി ഏറ്റവും വൈ ആക്സിസിൻ്റെ ഏറ്റവും ടോപ്പിൽ, അതായത് മുകളിലോട്ട് പോയിട്ടുള്ള ഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും അത് 90 ഡിഗ്രി ആകുന്നു. വി നോ ദാറ്റ് റൈറ്റ് ആംഗിൾ ആണ് അവിടെ വന്നത്. റൈറ്റ് ആംഗിൾ വന്നു കഴിഞ്ഞാൽ അത് 90 ഡിഗ്രിയാണ്. ദെൻ 90 ഡിഗ്രിയിൽ നിന്ന് സെക്കൻഡ് ക്വാഡ്രൻറ്റ് കഴിയുമ്പോഴേക്കും എന്ത് വരുന്നു? എഗെയിൻ 90 ഡിഗ്രി ഡിഫറൻസ് വരുന്നു. അതായത് 90 + 90 180 ഡിഗ്രി. ഓക്കെ, നമുക്കറിയാം ഒറിജിനിൽ നിന്ന് 0 മുതൽ 180 2 ക്വാഡ്രൻറ്റ് കഴിയുമ്പോഴേക്കും 180 ഡിഗ്രി ആംഗിൾ വന്നു അല്ലേ? എഗെയിൻ തേർഡ് ക്വാഡ്രൻറ്റിൽ എത്തുമ്പോഴോ ഒരു 90 ഡിഗ്രി കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് വരുന്നു. സോ 180 + 90 270 ഡിഗ്രി ആയി, 270 ഡിഗ്രി. തേർഡ് ക്വാഡ്രൻറ്റ് കഴിയുമ്പോഴേക്കും 270 ഡിഗ്രി ആയി. ദെൻ ഫോർത്ത് ക്വാഡ്രൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 270 ഡിഗ്രിയിൽ നിന്നും
ഫോർത്ത് ക്വാഡ്രൻറ്റ് എൻഡ് ചെയ്യുന്നത് ഏതിലായിരിക്കും? 360 ഡിഗ്രിയിലായിരിക്കും. അതിവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ ഇറ്റ് ഈസ് 360 ഡിഗ്രി. ഓക്കെ, ഇനി മെഷർമെൻറ്റ് ഓഫ് ആംഗിൾസ്. ഇപ്പോൾ നിങ്ങൾക്ക് ക്വാഡ്രൻറ്റ് എന്താണെന്നുള്ള ഒരു ധാരണ ലഭിച്ചിട്ടുണ്ടാവും. ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, സെക്കൻഡ് ക്വാഡ്രൻറ്റ്, തേർഡ് ക്വാഡ്രൻറ്റ്, ഫോർത്ത് ക്വാഡ്രൻറ്റ് എന്താണെന്ന്. ഈ ക്വാഡ്രൻറ്റ് വെച്ചിട്ട് നമുക്ക് ആംഗിൾസ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആംഗിൾ മെഷർ ചെയ്യുമ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് അതിനെ പറയാൻ സാധിക്കും. ആംഗിൾ ഈസ് മെഷേർഡ് ഇൻ ഡിഗ്രി ആൻഡ് ഇൻ റേഡിയൻ. ആംഗിളിലെ യൂണിറ്റുകൾ ഏതൊക്കെയാണ്? ഡിഗ്രിയും റേഡിയനുമാണ്. സാധാരണ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും 60 ഡിഗ്രി ആംഗിൾ, 90 ഡിഗ്രി ആംഗിൾ, 30 ഡിഗ്രി ആംഗിൾ, 45 ഡിഗ്രി ആംഗിൾ. അപ്പോൾ ഡിഗ്രിയിൽ മാത്രമേ നിങ്ങൾ ആംഗിൾ കേട്ടിട്ടുണ്ടാവുള്ളൂ. ഇനി വേറൊരു രീതിയിലും നമുക്ക് ആംഗിളിനെ പറയാം, ദാറ്റ് ഈസ് ഇൻ റേഡിയൻ. ഓക്കെ, നോക്കൂ, ആ ചിത്രത്തിലേക്ക് നോക്കൂ. 0 റൈറ്റ് സൈഡിൽ കാണുന്ന ചിത്രത്തിൽ ഗ്രാഫിൽ എക്സ് ആക്സിസിൻ്റെ ഭാഗത്ത് 0 എന്ന് കാണാം. അതായത് 0 ഡിഗ്രിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ദെൻ റെഡ് എങ്കിൽ കാണുന്നത് വൈ ആക്സിസിൽ മുകളിലേക്ക് എത്തുമ്പോൾ 90 ഡിഗ്രി. ഇറ്റ്സ് വിൽ റൺ അപ് ടു 90 ഡിഗ്രി. ഇനി 90 ഡിഗ്രിക്ക് ശേഷം എഗെയിൻ 90 ഡിഗ്രി പാസ് ചെയ്ത് വരുമ്പോൾ സെക്കൻഡ് ക്വാഡ്രൻറ്റ് കഴിയുമ്പോൾ 180 ഡിഗ്രി. റെഡിങ്ങിലുള്ള കാര്യമാണ് പറയുന്നത്. 180 ഡിഗ്രി കഴിഞ്ഞാൽ 270 ഡിഗ്രി, 270 ഡിഗ്രി കഴിഞ്ഞാൽ 360 ഡിഗ്രി. അപ്പോൾ ഡിഗ്രിയിലുള്ള കാര്യമാണത്. ഇനി അത് റേഡിയനിലാണെങ്കിലോ നോക്കൂ, ബ്ലാക്ക് എങ്കിൽ 2π, π/2, π, 3π/2 എന്നിങ്ങനെ എഴുതിയത് കാണാം. ഇതാണ് റേഡിയൻ. ഇനി ഇതെങ്ങനെയാണ് ലഭിക്കുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ 360 ഡിഗ്രി ഈക്വൽ ടു 1 റെവല്യൂഷൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2π റേഡിയൻ. നമുക്കറിയാം ഒരു റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് ചുറ്റി റൗണ്ട് ചെയ്ത് വരുന്നതാണ് ഒരു റെവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 0യിൽ നിന്ന് തുടങ്ങി 90 ഡിഗ്രി കഴിഞ്ഞ് 180 ഡിഗ്രിയും കഴിഞ്ഞ് 270 ഡിഗ്രിയിലൂടെ പോയി ആ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എത്ര ഡിഗ്രിയായി? 360 ഡിഗ്രിയായി. അതായത് ഒരു വട്ടം റൗണ്ട് അടിക്കുമ്പോൾ 360 ഡിഗ്രിയായി ആംഗിള്. അതിനെയാണ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയാണ്. അതായത് അതിനെ റേഡിയനിൽ നമുക്ക് 2π എന്ന് പറയാം. ദാറ്റ് ഈസ് എന്താണ്? 1 റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയാണ്. അത് തന്നെയാണ് 2π റേഡിയൻ എന്ന് പറഞ്ഞാലും. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ലൈനിൽ എഴുതിയിരിക്കുന്നത് നോക്കൂ. 360 ഡിഗ്രി ഈസ് ഈക്വൽ ടു 2π റേഡിയൻ. 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 2π റേഡിയൻ ആണ്. അപ്പോൾ ഡിഗ്രിയിലും റേഡിയനുള്ള കമ്പാരിസൺ ആയിട്ടാണ് ഈക്വൽ ടുൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും വന്നിട്ടുള്ളത്. ഓക്കെ, ഗോട്ട് ഇറ്റ്. ദെൻ നെക്സ്റ്റ് ലൈൻ, തേർഡ് ലൈൻ നോക്കൂ. 360 ഡിഗ്രി ഈസ് ഈക്വൽ ടു 2π. നോക്കൂ, മുകളിലായിട്ടൊരു സി എഴുതിയിട്ടുണ്ട്. അത് റേഡിയൻ്റെ റെപ്രസെൻറ്റേഷനാണ്. ഇതൊക്കെ പുതിയ അറിവായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. 360 ഡിഗ്രിയെ സൂചിപ്പിക്കാൻ നമ്മളൊരു ചെറിയ 0 അല്ലേ മുകളിൽ ഇട്ടിട്ടുള്ളത്. ആ 360 എന്ന് എഴുതിയതിൻ്റെ തൊട്ട് മുകളിലായിട്ടൊരു ചെറിയ 0 ഇടുന്നു, അതാണ് ഡിഗ്രി. അതേപോലെ 2π എന്ന് എഴുതിയതിൻ്റെ മുകളിൽ ഒരു സി എന്ന് റെപ്രസെൻറ്റ് ചെയ്താൽ അത് റേഡിയൻ എന്നാണ് വായിക്കേണ്ടത്. ഇനി നമ്മൾ അങ്ങനെ വായിക്കൂ. ഓക്കെ, അപ്പോൾ 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 2π റേഡിയൻ ആണ്. ഇതുപോലെ തന്നെ 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര റേഡിയനാണ്? π റേഡിയനാണ്. എങ്ങനെയാണത് വന്നത്? 360 ഡിഗ്രിയുടെ ഹാഫാണ് 180 ഡിഗ്രി. സോ 2πയുടെ ഹാഫാണ് π എന്ന് പറയുന്നത്. ഗോട്ട് ഇറ്റ്? 360യുടെ ജസ്റ്റ് ഹാഫ് എടുത്തു 180. 2πയുടെ ഹാഫ് π അല്ലേ? 2πൻ്റെ ജസ്റ്റ് പകുതി എന്ന് പറഞ്ഞാൽ ഒരു π അല്ലേ? ദാറ്റ് ഇസ് π. ദെൻ അതിൻ്റെ നെക്സ്റ്റ് ലൈൻ നോക്കൂ. ഫിഫ്ത്ത് ലൈനിൽ എന്തായിരിക്കും? 1 ഡിഗ്രി ഈക്വൽ ടു π/180 റേഡിയൻ. എങ്ങനെയാണ് അത് ലഭിച്ചത്? ഫോർത്ത് ലൈനിലുള്ള 180 ഡിഗ്രിയിലെ 180യെ നമ്മൾ സമത്തിൻ്റെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുന്നു.
അപ്പോൾ 180 എന്ന് ഇവിടെ വെറും 180 എഴുതിയിട്ടുള്ളെങ്കിൽ അതിനർത്ഥം എന്താണ്? 1 × 180 ആണ്. അപ്പോൾ 180 അപ്പുറത്തോട്ട് കൊണ്ടുപോയാൽ ഇവിടെ 1 മാത്രമേ ഉണ്ടാവുള്ളൂ. ആ 1 ആണ് തൊട്ടു താഴെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ലെഫ്റ്റിലുണ്ടായിരുന്ന 180 തൊട്ട് അപ്പുറത്തോട്ട് പോയപ്പോൾ ഡിവൈഡഡ് ബൈ 180 ആയി. ദാറ്റ് ഈസ് π/180 റേഡിയൻ എന്ന്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ π/180 റേഡിയൻ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 3 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 4 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഇതെല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ ഈ 5th ലൈനിൽ കാണുന്ന 1 ഡിഗ്രി = 180 റേഡിയൻ എന്നതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഏത് വാല്യൂ ആണോ കണ്ടുപിടിക്കേണ്ടത് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ലൈൻ നോക്കൂ. x ഡിഗ്രി × 1 ഡിഗ്രി = π/180 × x ഡിഗ്രി. അതായത് ആ 5th ലൈനിലെ എഴുതിയിട്ടുള്ളതിൻ്റെ കൂടെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കൂടി എക്സ് കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് 6th ലൈൻ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പുറത്തും ഒരു എക്സ് ഡിഗ്രി മൾട്ടിപ്ലൈ ചെയ്തു, ഇപ്പുറത്തും ഒരു എക്സ് ഡിഗ്രി മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ അപ്പോൾ 50 ഡിഗ്രിയാണ് നമുക്ക് കാണേണ്ടതെങ്കിൽ എന്താണ് എഴുതേണ്ടത്? അപ്പോൾ തൊട്ട് മുൻപ് നോക്കൂ, എക്സ് ഡിഗ്രി × 1 ഡിഗ്രി = എത്ര തന്നെയാണ്? എക്സ് ഡിഗ്രി തന്നെയാണ്. അപ്പോൾ 1 ഡിഗ്രിനെ സൂചിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? വാല്യൂ എക്സ് ഡിഗ്രി എന്ന് എഴുതിയിട്ട് അപ്പുറത്ത് π/180 കൂടെ എക്സ് ഡിഗ്രി മൾട്ടിപ്ലൈ ചെയ്യാം. ഒരു എക്സാമ്പിളായിട്ട് പറയാം. 50 ഡിഗ്രിയാണ് നമുക്ക് കാണേണ്ടതെന്ന് വിചാരിക്കുക. 50 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര റേഡിയൻ ആണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ 50 ഡിഗ്രി = π/180 × 50. That's all radian. 50 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഈ π/180യുടെ കൂടെ ഈ 50നെ മൾട്ടിപ്ലൈ ചെയ്താൽ എത്രയാണോ വാല്യൂ കിട്ടുന്നത് അതായിരിക്കും അത്രയും റേഡിയൻ എന്ന് പറയുന്നത്. അതായത് π/180 × 50 ചെയ്താൽ നമുക്ക് 0.872 റേഡിയൻ എന്ന് ലഭിക്കും. ദാറ്റ് ഈസ് 50 ഡിഗ്രി = 0.872 റേഡിയൻ. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ഇതിനെ നമ്മളൊരു ഇക്വേഷനിലായിട്ട് എഴുതുകയാണ്. ആംഗിൾ ഡിഗ്രിയിൽ ഏത് ആംഗിളാണോ കണ്ടുപിടിക്കേണ്ടത് അതാണ് ആംഗിൾ ഡിഗ്രി എന്ന് എഴുതിയിരിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു π/180 × ദാറ്റ് ആംഗിൾ. അപ്പോൾ 50 ഡിഗ്രിയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എന്ത് ചെയ്യും? 50 ഡിഗ്രി = π/180 × 50. 60 ഡിഗ്രി ആണെങ്കിലോ 60 ഡിഗ്രി = π/180 × 60. അങ്ങനെ ചെയ്താൽ നമുക്ക് അതിൻ്റെ റേഡിയൻ വാല്യൂ ലഭിക്കും. അതിനൊരു ഇക്വേഷനായി എഴുതിയിരിക്കുകയാണ്. ആംഗിൾ π/180 × ആംഗിൾ. ഓക്കെ, നെക്സ്റ്റ് നമ്മളിപ്പോൾ പറഞ്ഞു 2π റേഡിയൻ എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയാണ്. നെക്സ്റ്റ് ലൈൻ നോക്കൂ. 2π റേഡിയൻ = 360 ഡിഗ്രി. 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഒരു റെവല്യൂഷനാണ്. അതിനെ തന്നെയാണ് നമ്മൾ 2π റേഡിയൻ എന്നും പറയുന്നത്. ഒരു റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എത്ര റേഡിയൻ ആണ്? 2π റേഡിയൻ. സോ നമ്മൾ ആ ഇക്വേഷൻ ആദ്യം നമ്മൾ 360 = 2π റേഡിയൻ എന്നാണ് എഴുതിയിട്ട് വന്നത്, ഡിറൈവ് ചെയ്ത് വന്നത്. ഇനി നമ്മൾ 2π റേഡിയൻ = 360 എന്ന് തിരിച്ചെഴുതുന്നു. അപ്പോൾ എന്താവും? നേരത്തെ പോലെ തന്നെ പകുതി കാണുന്നു. π = എന്തായി? π റേഡിയൻ = 180 ഡിഗ്രി. ജസ്റ്റ് 2πയുടെ പകുതി π ആണ്, 360യുടെ പകുതി 180 ആണ്. ഇനി 1 റേഡിയൻ അപ്പോൾ എന്താവും? 1 റേഡിയൻ = തേർഡ് ലൈൻ നോക്കൂ. 1 റേഡിയൻ = 180 ഡിവൈഡഡ് ബൈ π. എങ്ങനെയാണ് അവിടെ π വന്നത്? 180 ഡിവൈഡഡ് ബൈ π വന്നത്. സെക്കൻഡ് ലൈനിൽ കാണുന്ന പൈനെ നമ്മൾ എന്ത് ചെയ്തു? സമത്തിൻ്റെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇവിടെ ബാക്കി 1 മാത്രമാവും. 1 × π ആയിരുന്നു അവിടെ എഴുതിയിരുന്നത്. 1 നമുക്ക് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ 1 × π ആണ് π. സോ പൈനെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ഇവിടെ 1 മാത്രമേ ഉണ്ടാവുള്ളൂ. സോ 1 റേഡിയൻ = 180 ഡിവൈഡഡ് ബൈ π. അത്രയും ഡിഗ്രി ആയിരിക്കും. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ് റേഡിയൻ ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അപ്പുറത്തും ഇപ്പുറത്തും എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ഈസ് എക്സ് റേഡിയൻ × 1 റേഡിയൻ = 180 ഡിവൈഡ് ബൈ π × എക്സ്. അതായത് ഏത് വാല്യൂൻ്റെയും റേഡിയൻ കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? റേഡിയൻ = 180 ഡിവൈഡ് ബൈ π × റേഡിയൻ. 50 റേഡിയൻ എത്രയാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ 150 ഡിവൈഡഡ് ബൈ π × 50 ചെയ്യണം. മനസ്സിലായോ? റേഡിയൻ വാല്യൂ = 180 ഡിവൈഡഡ് ബൈ π × റേഡിയൻ.
അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും, രണ്ട് ഇക്വേഷനും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് അല്ലേ. എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതിനെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. പക്ഷേ ഡിഫറൻസ് ഈസ് രണ്ട് കോളത്തിലുള്ളത് നോക്കൂ, ഒന്ന് π/180 ആണ്, മറ്റേതോ 180 / π ആണ്. ഇപ്പോൾ ഡിഗ്രിയാണ് മുകളത്ത് നോക്കൂ, ഡിഗ്രിയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, π എന്നത് മുകളിലാണ് എഴുതേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഡിഗ്രിയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഡിഗ്രി വാല്യൂ താഴെയായിരിക്കും, അതായത് 180 ഡിഗ്രി എന്നല്ലേ പറയുക, പൈ റേഡിയൻ വാല്യൂ ആണല്ലോ. സോ ഡിഗ്രിയാണ് നമുക്ക് ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തുള്ളതെങ്കിൽ 180 ഡിഗ്രി താഴെയായിരിക്കും. ഇനി റേഡിയൻ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ പൈ റേഡിയൻ എന്നത് താഴെയായിരിക്കും. അപ്പോൾ ഏതാണോ കണ്ടുപിടിക്കേണ്ടത് അത് താഴെയായിരിക്കും ഉണ്ടാവുക കേട്ടോ, ഡിനോമിനേറ്ററിലായിട്ടായിരിക്കും കാണപ്പെടുക. എളുപ്പത്തിന് പറഞ്ഞതാണ് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നോക്കൂ, ഇത് വെച്ചിട്ട് നമ്മൾ ക്വാഡ്രൻറ്റ് ഒന്നുകൂടി നോക്കാം. 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 2π റേഡിയൻ ആണ്. 360 ഡിഗ്രി ഈസ് ഈക്വൽ ടു 2π റേഡിയൻ. സിമിലർലി അതിൻ്റെ തൊട്ട് ഹാഫ് നോക്കൂ, 2π റേഡിയൻ ആ ക്വാഡ്രൻറ്റിൻ്റെ സ്റ്റാർട്ടിൽ എക്സ് ആക്സിൽ കാണുന്നുണ്ടോ, 2π എന്നും കാണുന്നുണ്ട്, 360 ഡിഗ്രി എന്നും പറയുന്നുണ്ട്. അപ്പോൾ 0 ഡിഗ്രിയും അത് തന്നെയാണ്, അത് റൊട്ടേറ്റ് ചെയ്ത് വന്നാൽ 360 ഡിഗ്രിയും അവിടെ തന്നെയാണ്. ഓക്കെ, ദെൻ 2π റേഡിയൻ എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയാണ്. അടുത്തത് 180 ഡിഗ്രി ഈസ് ഈക്വൽ ടു പൈ റേഡിയൻ. 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ പൈ റേഡിയൻ ആണ് അല്ലേ. ഇവിടെ സെക്കൻഡായിട്ട് എഴുതിയിരിക്കുന്നത് അതിൻ്റെ ഹാഫ് എഴുതി, 360ൻ്റെ ഹാഫ് 180, 2πയുടെ ഹാഫ് പൈ. അത് തന്നെ ക്വാഡ്രൻറ്റിൽ കാണിച്ചിട്ടുണ്ട്. 90 ഡിഗ്രി വൈ ആക്സിസിലെത്തുമ്പോൾ 90 ഡിഗ്രിയാണ് അതെന്ന് പറയാൻ, സോറി എക്സ് ആക്സിസിൻ്റെ ഇപ്പുറത്ത് നോക്കൂ, 180 ഡിഗ്രി റെഡിൽ എഴുതിയിരിക്കുന്നത് കാണാം. അതിൻ്റെ തൊട്ടടുത്ത് പൈ എന്ന് എഴുതിയിട്ടുണ്ട്, അതായത് റേഡിയൻ വാല്യൂ. ഇനി നമ്മൾ തേർഡ് ലൈനിലോട്ട് വരുന്നു. 90 ഡിഗ്രി ഈസ് ഈക്വൽ ടു π/2. എങ്ങനെ π/2 വന്നത്? 180 ഡിഗ്രിയുടെ ഹാഫാണ് 90. 180ൻ്റെ നേരെ പകുതി എന്ന് പറയുന്നത് എത്രയാണ്? 90 ആണ്. സോ പൈയുടെ ഹാഫ് എത്രയാണ്? π/2. പൈയുടെ പകുതി എന്ന് പറയുന്നത് π/2 ആണ്. സോ π/2 അതാണ് 90 ഡിഗ്രിയുടെ റെഡിങ്കിൽ കാണുന്ന 90 ഡിഗ്രിയും π/2 എന്ന് തൊട്ടടുത്ത് എഴുതിയിട്ടുള്ളത്. ദെൻ 0 ഡിഗ്രി ഈസ് ഈക്വൽ ടു 0 റേഡിയൻ തന്നെയായിരിക്കും. 360 ഡിഗ്രിയാണ് 2π റേഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. സിമ്പിളായിട്ടുള്ള 2 പ്രോബ്ലമാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. മോർ പ്രോബ്ലംസ് നിങ്ങൾക്ക് അസൈൻമെൻറ്റ് വർക്കായിട്ട് ഞാൻ തരുന്നതാണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ അത് 2 പ്രോബ്ലമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഒന്ന് റൈറ്റ് സൈഡിലും ഒന്ന് ലെഫ്റ്റ് സൈഡിലും. റൈറ്റ് സൈഡിൽ എന്താണ്, സോറി ലെഫ്റ്റ് സൈഡിൽ ആദ്യം നോക്കാം. എന്താണ് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്? π/2 റേഡിയൻ ഈസ് ഈക്വൽ ടു എത്ര ഡിഗ്രി ആണെന്ന്. ഓക്കെ, π/2 റേഡിയൻ എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാണ് എന്നാണ് ചോദ്യം. നമ്മൾ ഓൾറെഡി പറഞ്ഞു π/2 റേഡിയൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? തൊട്ട് മുന്നത്തെ ഗ്രാഫ് ആലോചിച്ച് നോക്കൂ, 90 ഡിഗ്രി ആയിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് കിട്ടുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇക്വേഷൻ എഴുതുന്നു, 1 റേഡിയൻ ഈസ് ഈക്വൽ ടു 180 ഡിവൈഡ് ബൈ പൈ. സോ π/2 റേഡിയൻ ഈസ് ഈക്വൽ ടു എന്താ ചെയ്യേണ്ടത്? π/2 ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ അപ്പുറത്ത് π/2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഒപ്പം ആരെഴുതണം? 180 ഡിവൈഡ് ബൈ പൈ എന്ന് എഴുതണം. നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞതൊന്ന് ആലോചിച്ച് നോക്കൂ, റേഡിയൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, റേഡിയൻ ആണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ റേഡിയൻ വാല്യൂ ഡിനോമിനേറ്ററിൽ എഴുതണം. ഓക്കെ, റേഡിയൻ വാല്യൂ ആണ് നമുക്ക് തന്നിട്ടുള്ളത്, അതെന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിൽ എഴുതുക. അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. റേഡിയൻ വാല്യൂ ആണ് തന്നിട്ടുള്ളത്, അതെന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിൽ എഴുതുക. അതായത് 180 ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു π/2. π/2 ആണ് തന്നിട്ടുള്ള വാല്യൂ. ഇനി എന്ത് ചെയ്യണം? പൈ ക്യാൻസൽ ആവുന്നു, പൈയും കൂടി വെട്ടിപ്പോവും. ബാക്കി എത്രയേ വരുന്നുള്ളൂ? 180 ഡിവൈഡ് ബൈ 2, 180 ഡിവൈഡ് ബൈ 2. എത്രയാണ് 180 ഡിവൈഡ് ബൈ 2? എത്രയാണ്? 90. ഓക്കെ, യു ഗോട്ട് ഇറ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് 270 ഡിഗ്രി ഈസ് ഈക്വൽ ടു എത്ര റേഡിയൻ ആണ്? 270 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര റേഡിയൻ ആണ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ വി ഹാവ് 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു π/180 റേഡിയൻ. 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ π/180 റേഡിയൻ ആണ്. അത് നമ്മൾ മുൻപ് പറഞ്ഞു ഇക്വേഷൻ. ഇനി 270 ഡിഗ്രിയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ കൂടെ 270 മൾട്ടിപ്ലൈ ചെയ്യുക. π/180 ഡിഗ്രി ഇൻറ്റു 270. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നെക്സ്റ്റ് ലൈൻ നോക്കൂ, 270 ഈസ് ഈക്വൽ ടു
π/180 ഇൻറ്റു 270 എന്ന് എഴുതിയിരിക്കുന്നു. എന്നിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്നത് 0 കട്ട് ചെയ്യുന്നു. 270-ലെ 0യും 180-ലെ 0യും കട്ട് ചെയ്തു. ബാക്കി 27ഉം 18ഉമാണ് ഉള്ളത്. പൈ ഓൾറെഡി ഉണ്ട് അവിടെ. അത് കൂടാതെ 27ഉം 18ഉം ഉണ്ട്. 27ലും 18ലും കോമൺ ആയിട്ട് പോകുന്ന വാല്യൂ 3 ആണ്. അപ്പോൾ എത്ര ടൈംസ് 3 പോകും? 9 ടൈംസ് 3. 3 9 27. അപ്പോൾ 3 കൊണ്ട് വെട്ടിയാൽ 9 മുകളിൽ വരും. താഴെ 18ൽ എത്ര പ്രാവശ്യം പോകും? 3 6 പ്രാവശ്യം. 6 3 18. അപ്പോൾ 6 കൊണ്ട് വെട്ടുന്നു. ദെൻ ഇപ്പോൾ നമുക്കുള്ള വാല്യൂ 9ഉം 6ഉം ആണ്. ഈ 9ലും 6ലും എന്ത് തന്നെ പോകും? 3 കോമൺ ആയിട്ട് പോകുന്ന ഫാക്ടറാണ്. സോ 9ൽ എത്ര പ്രാവശ്യം പോകും? 3 3 9. 3 ടൈംസ് പോകും. പിന്നെ 6ൽ എത്ര ടൈംസ് പോകും? 2 ടൈംസ്. 3 2 6 അല്ലേ? അപ്പോൾ 2 ടൈംസ്. ദെൻ 3 ഡിവൈഡ് ബൈ 2 മാത്രം. അപ്പോൾ എന്തായി? ഈക്വൽ ടു എന്തായി? പൈ അതുപോലെ എടുത്തെഴുതുന്നു. 3 മുകളിലും 2 താഴെയും. പൈ ഇൻറ്റു 3/2. ദാറ്റ് ഈസ് ഈക്വൽ ടു 270 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 3π/2. എത്രയാണ്? 3π/2. ഓക്കെ. ഇതുപോലെ ഡിഫറെൻറ്റ് വാല്യൂസ്, ഏത് വാല്യൂ ഡിഗ്രി തന്നാലും നമുക്കതിനെ റേഡിയനിലോട്ട് മാറ്റാൻ സാധിക്കും. അതേപോലെ ഏത് വാല്യൂ റേഡിയൻ തന്നാലും നമുക്കതിനെ ഡിഗ്രിയിലോട്ട് മാറ്റാൻ സാധിക്കും. ചിലപ്പോൾ ഡിഗ്രി കറക്റ്റ് വാല്യൂ തന്നെ ആവണമെന്നില്ല, പോയിൻ്റ് വാല്യൂ ഒക്കെ വരാം. നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു π/7 എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാണ് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ 2 അല്ലെങ്കിൽ ഒരു 55.7 53.6 ഡിഗ്രി അങ്ങനെയൊക്കെ വരാം. നമ്മളത് കണ്ടുപിടിക്കണം എത്രയാണെന്നുള്ളത്. അതിനുള്ള മെത്തേഡാണ് ഇപ്പോൾ പറഞ്ഞത്. ആ ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക, അതുപയോഗിച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, that's all about this video. Thank you.